നോമ്പു തുറന്നേരം മതം നോക്കാതെ അയൽക്കാരനും വിളമ്പുന്ന, പെരുന്നാൾ ദിനം മതിലിനപ്പുറത്തേക്ക് ചോറ്റുപാത്രത്തിൽ പത്തിരിയും ബീഫും കൈമാറുന്ന മലയാളിക്ക് മുന്നിലേക്കാണ് കേരളത്തിൽ ഒരു ഇതര മതത്തിൽപ്പെട്ട സ്ത്രീയെ കെട്ടിയിട്ട് കൂട്ടം കൂടി നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു എന്ന കേരള സ്റ്റോറി നരേറ്റീവ് എത്തുന്നത്. ഭക്ഷണത്തിൽ പോലും വർഗീയതയുടെ വിഷം വിളമ്പുന്ന ക്രൂരത അത്യന്തം വേദനാജനകവും ആശങ്കയുണ്ടാക്കുന്നതുമായ ഒന്ന്. ലവ് ജിഹാദ്, റോമിയോ ജിഹാദ്, ഘർ വാപ്പസി എന്നീ പേരുകളിൽ കേരളത്തിൽ വിവാഹങ്ങളിലൂടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് ഹൈക്കോടതിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയതിന്റെ മേൽ ചവിട്ടിക്കയറി നിന്നാണ് ഇവരിത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കഥ മാത്രമല്ല, സത്യമില്ലാതാവുന്നില്ല, ചില കഥകൾ അവസാനിക്കുന്നില്ല, ഇത്തവണ അത് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകും, ഇത്തവണ കൂടുതൽ മുറിവേൽപ്പിക്കും എന്ന്. വിവാദ ചിത്രം ദി കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമായ ഗോസ് ബിയോണ്ടിന്റെ അനൗൺസ്മെന്റ് വീഡിയോ പങ്കുവച്ച് നിർമ്മാതാക്കൾ ഇത് പറഞ്ഞപ്പോൾ മറുത്തൊന്നും നമ്മളും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈ യുദ്ധം അത് ഏതറ്റം വരെയും പോകാമെന്നതിന്റെ സൂചനയാണ് ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന ട്രെയിലർ. ഒരു ജനാധിപത്യ ഫെഡറൽ സ്റ്റേറ്റായ കേരളത്തോട് കടുത്ത ആഭ്യന്തര യുദ്ധ പ്രഖ്യാപനം നടത്തുക തന്നെയാണ് കേരള സ്റ്റോറി സീരീസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഗീയത അത് എത്ര തന്നെ കേരളത്തിനു മേൽ പ്രയോഗിച്ചാലും ഏൽക്കാതെ പോകുന്ന ഒന്നാണെന്ന തിരിച്ചറിവിലായിരിക്കാം കുറച്ച് കൂടുതൽ പണിയെടുത്തേക്കാമെന്ന് സംഘപരിവാർ ശക്തികൾ ഇവിടെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ നോമ്പുകാലത്ത് ഒരു മലയാളിയും ക്ഷണം ലഭിച്ച ഇഫ്താർ വിരുന്നുകൾ റദ്ദാക്കില്ലല്ലോ എന്ന് സമാധാനിക്കുമ്പോഴും സെൻസർ ബോർഡും കൂട്ടുനിന്നുള്ള കേന്ദ്രം അവാർഡ് കൊടുത്തു വളർത്തുന്ന ഈ പ്രൊപ്പഗാൻഡ കേരളത്തിന്റെ ബഹുസ്വര സംസ്കാരത്തെയും മതസൗഹാർദ്ദ അന്തരീക്ഷത്തെയും മുറിപ്പെടുത്തുന്നതാണ്.